കൊച്ചി കോർപ്പറേഷനിൽ മേയറെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ കോൺഗ്രസിലെന്നല്ല എറണാകുളം ജില്ലയിലെ തന്നെ UDFിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാകുന്നത്. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞതിനു പിന്നാലെയാണ് ഭിന്നത മറനീക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനിടെ ഗ്രൂപ്പ് പോരും ജില്ലയിൽ ശക്തമായിട്ടുണ്ട്. എറണാകുളത്ത് UDF വലിയ വിജയമാണ് നേടിയത്. പ്രത്യേകിച്ച് കോർപ്പറേഷനിൽ മേയർ ആരായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ വലിയ ആശയക്കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളതായിരുന്നു പൊതുധാരണ. കാരണം ദീപ്തി മേരി വർഗീസ് മേയറാകുന്നു, അല്ലെങ്കിൽ അതൊരു ടേം വ്യവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. എന്നാൽ ഈ ചിത്രമെല്ലാം മാറി മറിഞ്ഞത് പൊടുന്നനെയാണ്. ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് തഴയപ്പെട്ടിരിക്കുന്നു. എന്താണ് കൊച്ചിയിലെ മേയർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്? ഗ്രൂപ്പ് കളി മാത്രമാണോ? പല ഘടകങ്ങൾ സമ്മർദ്ദശക്തിയായി വന്നപ്പോൾ ദീപ്തി മേരി വർഗീസ് പുറത്ത്. പാർട്ടിയുടെ മുതിർന്ന നേതാവ് എന്ന നിലയിൽ മേയറാകും എന്നതായിരുന്നു ദീപ്തി മേരി വർഗീസും പ്രവർത്തകരും പ്രതീക്ഷിച്ചത്. ലത്തീൻ സമുദായാംഗം മേയർ സ്ഥാനത്തേക്ക് വരണം എന്ന ആവശ്യം സഭാ നേതൃത്വം പരസ്യമായി തന്നെ ഉന്നയിച്ചു. കൂടാതെ അർഹരായ 3 പേരും. ഇങ്ങനെ കാരണങ്ങൾ മാറിമറിഞ്ഞു. ഒഴിവാക്കപ്പെട്ടതോടെ അമർഷം ദീപ്തി മേരി വർഗീസ് മറച്ചുവെച്ചില്ല. കൊച്ചി നഗരസഭയുടെ ഭരണം പിടിക്കുക എന്നതിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട ആള് ചാർജ് ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് എനിക്കും ഇത് ലീഡ് ചെയ്യണം എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് കഴിഞ്ഞ നാൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഞാൻ പ്രവർത്തിച്ചതും. പക്ഷേ പിന്നീട് തീരുമാനം എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളത് അദ്ദേഹം തന്നെ പറയട്ടെ. എന്താണ് ഈ പറയുന്ന KPCCയുടെ സർക്കുലർ? മേയർ തിരഞ്ഞെടുപ്പിൽ പാലിക്കപ്പെട്ടില്ല എന്ന് പറയുന്ന മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ്? മേയർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ പാർട്ടിയിലെ സ്ഥാനം പരിഗണിക്കണം. തർക്കമുണ്ടായാൽ നിരീക്ഷകനെ വെക്കണം. കോർ കമ്മിറ്റി യോഗം ചേരണം. അഭിപ്രായം ആരായുമ്പോൾ രഹസ്യ ബാലറ്റ് ആയിരിക്കണം എന്നീ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്നാണ് പരാതി. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെതിരെ അജയ് തറയിൽ രംഗത്തു വന്നു. എറണാകുളം കേന്ദ്രീകരിച്ചൊരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് അജയ് തറയിൽ. ദീപ്തിയെ മേയറാക്കാതിരിക്കാനുള്ള ഒരു അജണ്ട ഇവിടെ ഓപ്പറേറ്റ് ചെയ്തത് ആരാണെന്ന് എനിക്കറിയത്തില്ല. ഒരു പുതിയ ഗ്രൂപ്പ് സംവിധാനം, ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടായത്. പുതിയ പവർ ഗ്രൂപ്പ് സമവാക്യങ്ങളാണ് മേയർ ചർച്ചയിലൂടെ വീണ്ടും സജീവമായത്. AI ഗ്രൂപ്പുകൾ ചേർന്ന് ദീപ്തി മേരി വർഗീസിനെ വെട്ടി എന്നതാണ് പൊതുവികാരം. A ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഷൈനി മാത്യുവിനെയും I ഗ്രൂപ്പിന് താല്പര്യമുള്ള മിനിമോൾക്കും വേണ്ടിയുള്ള സമ്മർദ്ദമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. KC പക്ഷത്തോട് ചേർന്നു നിന്ന ദീപ്തിക്ക് നിരാശ. പ്രതിപക്ഷ നേതാവിനെതിരെ ഒളിയമ്പുമായി മാത്യു കുഴൽനാടൻ. ഒരിടത്തൊരു നീതി മറ്റൊരിടത്ത് മേയർ ചെയ്യാൻ പറ്റില്ല. പാർട്ടിയുടെ എല്ലാ ഇനിയുള്ള തീരുമാനങ്ങളിലും എല്ലാ തലത്തിലും അത് നടപ്പിലാവട്ടെ എന്നുള്ളതാണ് ഇനി അഭിപ്രായപ്പെടാനുള്ളത്. അതായിരിക്കും പാർട്ടിക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. വിവാദങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും പേരുകേട്ട N വേണുഗോപാലിന്റെ പ്രതികരണം ഇങ്ങനെ. കോർ കമ്മിറ്റി ചേർന്നിട്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തത്. അത് സ്വാഭാവികമാണ്. ജനാധിപത്യ സംവിധാനത്തിനകത്ത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണത്. ഞാനന്ന് മേയറാകേണ്ടതാണ്. ഞാൻ ടോണിയെ കുറ്റം പറഞ്ഞിട്ടോ പാർട്ടി ലീഡർഷിപ്പിനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമുണ്ടോ? എല്ലാം KPCC നേതൃത്വം അറിഞ്ഞു തന്നെയെന്ന് DCC അധ്യക്ഷൻ ഷിയാസിന്റെ മറുപടി. എല്ലാ നേതാക്കന്മാരും കൂട്ടായി എടുത്ത തീരുമാനമാണ്. അത് അറിയിക്കുക DCC പ്രസിഡന്റാണ്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പാർട്ടിയുടെ യോഗങ്ങളിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒന്ന്. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് നിയുക്ത മേയർ VK മിനിമോളും. ഞങ്ങൾക്ക് തമ്മിൽ പ്രത്യേകിച്ച് ഒരു വഴക്കോ വൈരാഗ്യമോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഞാനും ദീപ്തിയും നല്ല സുഹൃത്തുക്കളാണ്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതാണ്. AI ഗ്രൂപ്പുകൾ മേയർ സ്ഥാനത്തിനു വേണ്ടി കടുത്ത സമ്മർദ്ദം ചെലുത്തി. സമുദായ സമവാക്യം പരിഗണിച്ചു. ഇതെല്ലാം ഒത്തുവെച്ച കൗൺസിലർമാരുടെ അഭിപ്രായമാരായാൻ തീരുമാനിക്കുന്നു. അതിലേറ്റവും കുറവ് പിന്തുണ ദീപ്തി മേരി വർഗീസിനാകുന്നു. പിന്തള്ളപ്പെടുന്നു. പിന്തുണ ലഭിക്കാത്തതാണ് കാരണമെന്ന് നേതാക്കൾ പറയാതെ പറയുന്നു. മേയർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഈ ഗ്രൂപ്പ് പോരിന്റെ ഒരു തിരി കൊളുത്തിരിക്കുകയാണ്. അതെങ്ങനെയെല്ലാം നിയമസഭാ തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും പടർന്നു പിടിക്കുമെന്ന് കോൺഗ്രസിൽ കണ്ടറിയണം. വിപിൻ C വിജയൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.